അപ്പോൾ ഇന്ന് നമുക്ക് എന്താ ഓൺലൈനായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത കുറച്ച് ഐറ്റംസ് അൺബോക്സ് ചെയ്യാം. ആക്ച്വലി ഞാൻ ഫസ്റ്റ് ബോക്സ് ആദ്യം തന്നെ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഞാനല്ല, എൻ്റെ കുട്ടീസുള്ള ടൈമിലാണ് അത് വന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്കത് കാണാഞ്ഞിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, വൈക്ലഭ്യം. അപ്പോൾ നമ്മളെന്താ അത് ആദ്യം തന്നെ അൺബോക്സ് ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ എന്താ ഇത് തുറന്ന് നോക്കി, നല്ല അടിപൊളി കളേഴ്സായിരുന്നു. ഇത് ഞാൻ പേഴ്സണൽ കളേഴ്സ് വേണം ഞാൻ കുറേ ടൈം നോക്കിക്കാണ്ട് ഞാൻ കുറച്ച് മുമ്പ് ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ പിന്നെ രണ്ടാമത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത സംഭവം ആക്ച്വലി ഞാൻ എന്ത് ഹാലിൽ ഞാനിത് ഓർഡർ ചെയ്താൽ എനിക്കിപ്പോഴും അത് മനസ്സിലാവണില്ല. ഭയങ്കര ഒരു എന്താ പറയുക, വാണ്ടില്ലേ ഇത്. ഞാൻ ഈ ഒരു പെയിൻറ്റ് ഞാൻ രണ്ടിടത്ത് ഞാൻ പോയി കണ്ട് എന്തിനും ഓർഡർ ചെയ്തെന്ന് എനിക്കിപ്പോഴും ആലോചിച്ചിട്ടൊരു പിടുത്തം കിട്ടുന്നില്ല. ഏതായാലും എന്താ ഒരാൾ വൈത്തങ്കുലാനമാരി ഓർഡർ ചെയ്തു. പക്ഷെ സാധനം കിട്ടിയപ്പോഴാണെങ്കിലോ ഇതൊക്കെ ആകെ പൊട്ടി, കവറൊക്കെ കവർ കണ്ടപ്പോൾ തന്നെ മനസ്സിൻ്റെ കിളി പതുക്കെ പോയി. കാരണം എന്താണെന്ന് കീറി പറഞ്ഞ വേറെ ആരോ പൊളിച്ച് കൊണ്ട് പിന്നെയും നമുക്ക് തന്ന ഒരുമാതിരി. അപ്പോൾ പിന്നെ അതിനേക്കാളും കളറ് കണ്ടപ്പോഴോ അതിനേക്കാളും കളറിൻ്റെ ടോപ്പിലൊക്കെ പോയി, കളറൊക്കെ പകുതിയുള്ളൂ. ചിലതിലൊക്കെ ചിലതിലൊക്കെ ഫുള്ളുണ്ട് കേട്ടോ. എല്ലാം ഞാൻ പിന്നെ തുറന്ന് നോക്കി, ഏതെങ്കിലും 1-2 കളേഴ്സൊക്കെ പകുതിയുള്ളൂ. പിന്നെ കുറേ അതിൻ്റെ മൂടിമലൊക്കെ ആകെ കളറായിക്കാണ്ട് ഒരു വൃത്തിയില്ലാത്ത ടൈപ്പ്. പിന്നെ ഇത് പക്ഷേ മീഷോന്ന് വന്ന സംഭവം അടിപൊളിയായിരുന്നു. നല്ല ഐറ്റം, നല്ല പാക്കേജ്, നല്ല സൂപ്പർ കാര്യങ്ങളായിരുന്നു. പക്ഷെ മറ്റേത് എനിക്കെന്തോ വേസ്റ്റ് ആയിപ്പോയി. ഞാൻ എൻ്റെ ലാഗ് ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, പാടില്ലേനു. എന്തിനാ ഏതോ ഒരു സുപ്രഭാതത്തിൽ അത് ഓർഡർ ചെയ്തു, എന്താ ഒന്നും പിടിയാറില്ല. അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ തുറന്ന് നോക്കണം, ഒരു സമാധാനം കിട്ടില്ല. എന്താ എല്ലാം ഇങ്ങനെയാണോ ഏതാണോ എന്നൊക്കെയുള്ളൊരു ആകെ ഒരു മൂഡ് പോയി. ഏതായാലും ആ ഒരു മൂഡ് പോയതിലാണ് മൂന്നാമത്തെ ഞാൻ അൺബോക്സ് ചെയ്യണേ. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്തില്ലേ, അപ്പോൾ അതിലുള്ള ജേണൽ നിങ്ങൾ കണ്ടിരുന്നോ? അതെങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ആ ജേണൽ കണ്ടപ്പോൾ എനിക്ക് സ്വന്തമായിട്ടും വേണമെന്ന് ഞാൻ ഓർഡർ ചെയ്തപ്പോൾ തന്നെ ഞാൻ കരുതിയിരുന്നു. അപ്പോൾ ക്യാമറ പൊസിഷൻ മാറ്റിയിട്ട് എങ്ങനെയുണ്ട്, കൊള്ളാവാം. ഓരോരോ കാര്യങ്ങൾ എന്താ ചെയ്യുക. അപ്പം ഞാനിത് ഓർഡർ ചെയ്തതായിരുന്നു. സംഭവം ഇത് മീഷോയിൽ ഓർഡർ ചെയ്തായിരുന്നു. 348 സംതിങ് എന്താ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഏതായാലും ഇത് സംഭവം അടിപൊളിയാണ്. ഇത് ഞാൻ തുറക്കണോ അതോ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരണമെന്ന് ഞാൻ ഇത് കിട്ടിയപ്പോൾ അങ്ങനെ ചിന്തിച്ചു കേട്ടോ. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഗിഫ്റ്റാണ്. അപ്പോൾ ഞാനിതിങ്ങനെ കരുതി. ഇതും തന്നെ ആ ചെറിയ നമ്മൾ പേസ്റ്റൽ പെയിൻറ്റിൻ്റെ ആ ഇതില്ലേ, രണ്ടെണ്ണം കൂടെ എനിക്ക് വേണ്ടല്ലോ. അപ്പോൾ ആ പേസ്റ്റൽ ബോക്സും ഇതും കൂടെ ഞാൻ ഗിവ് അവേക്ക് തന്നാലും ഇതുണ്ടാവും. ഇത് ഞാൻ ഏതായാലും യൂസ് ചെയ്യും. ഇതുപോലെ ഒരെണ്ണം തന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ. ഇതുപോലെയുള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, നമ്മളെ ഒപ്പം കൂടണേ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 1K സബ്സ്ക്രൈബേഴ്സായി മോണിറ്റൈസൊക്കെ ആയ നമ്മൾ ഗിവ് അവേ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം അത് പറയുമ്പോൾ ഭയങ്കര ഇതാണ്. കാരണം വളരെ തുച്ഛമായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സും കണ്ടിരിക്കുന്നത് ഞാനാണ് ഇപ്പോൾ ഗിവ് അവേൻ്റെ കാര്യമൊക്കെ പറയുന്നത്.